പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ അതാട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിലോട്ടോ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, മംഗളവനം ബേർഡ് സാഞ്ചുറി. അവിടെ വലിയൊരു വെൽക്കം ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടം വരെ കേട്ടോ വാഹനങ്ങൾക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് അവിടെ പോയി നോക്കട്ടെ എന്താണെന്ന്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു കവാടമുണ്ട് കേട്ടോ, മംഗളവനം ബേർഡ് സാഞ്ചുറി എന്നും പറഞ്ഞ്. അവിടെ സൈഡിൽ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാം കേട്ടോ. എനിക്ക് എൻട്രൻസ് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്യാവശ്യം അവിടെ തിരക്ക് കൂടി വരുന്നുണ്ട്. നല്ലൊരു ആ മതിൽക്കെട്ടിലുള്ള ചിത്രങ്ങളൊക്കെ നല്ല സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. എന്തായാലും ഇവിടെ എൻ്റെ ടൈമിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 10 മണി മുതൽ 5 മണി വരെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് പാസ് എടുത്താലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അവിടെ 10 രൂപയായിട്ടായത്. അപ്പോൾ ഓരോ ടിക്കറ്റ് നിരക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 10 രൂപ, കുട്ടികൾക്ക് സൗജന്യം, വിദ്യാർത്ഥികൾക്ക് 5 രൂപ, അങ്ങനെ ഓരോ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് പോവാം. പിന്നെ ഇവിടെ തന്നെ ഇവിടെ വരുന്ന പക്ഷികളുടെയൊക്കെ പടങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, മുന്നോട്ട് പോകുന്ന വഴി ഇതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ അടുത്തിട്ട് പോയിട്ട് ഭംഗി എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സമാധാന അന്തരീക്ഷം കേട്ടോ പൊതുവെ ഇവിടെ. അപ്പോൾ ആ ബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ ആ ഒരു ചുവട്ടിലോട്ടോ പ്രതിമയുള്ളത്. നമുക്കറിയാമല്ലോ, ബുദ്ധൻ തപസ്സിരുന്നൊരു മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നല്ല എഴുതി തന്നെ ഒരു അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് പ്രതിമ എന്തായാലും കാണാനായിട്ട്, മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കണാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ താൽക്കാലികമായിട്ട് അടച്ചിട്ടേക്കാന്ന് തോന്നുന്നു. അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ ഒരു സൈഡിലൊരു പക്ഷിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് അതിൽ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നല്ല സ്പോട്ടാണ്. ഇവിടുത്തെ ഒരു ബോർഡ് കണ്ടില്ലേ, മാംഗ്രോവ്സ് ഓഫ് മംഗളവനം. ഇത് പല ടൈപ്പ് കണ്ടൽ ചെടികളുടെ ഒരു ഫോട്ടോ ആട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് അങ്ങ് നടന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് സൈഡിൽ. മുന്നോട്ട് പോകാൻ നല്ല പച്ചപ്പാണല്ലോ ഇങ്ങോട്ടേക്ക്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഓരോ ടൈപ്പ് ഒരു ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട്. അവിടെ അപ്പുറത്ത് കണ്ടൽ ചെടികൾ നമുക്ക് കാണാൻ ഇടയ്ക്കൂടെ. നല്ല തണുപ്പാട്ടോ പൊതുവെ. എന്തായാലും ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് എന്താണെന്ന് വെച്ചാൽ പോയി നോക്കാവേ. ഇപ്പം ഇവിടെ നിന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ നമുക്ക് കണ്ടില്ലേ, മേളിലേക്ക് നല്ല ഇതാണ്. പക്ഷിയാണൊന്നും കാണാനില്ല, അത് പ്രാവശ്യം. പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ലൊരു പൊതുവെ നല്ല ശാന്ത സമാധാനമായ അന്തരീക്ഷം. ഇങ്ങോട്ടേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് പേര് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് മുന്നോട്ടേക്ക്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, പച്ചപ്പ് തന്നെയാണ്. പക്ഷികളുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് അതാണ് മെയിൻ പ്രശ്നം. ശരിക്കും ഇങ്ങനൊരു സ്പോട്ട് നമ്മുടെ എറണാകുളം സിറ്റിയുടെ അകത്താണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഇതിനകത്ത് വേറൊരു അന്തരീക്ഷമാണ് പൊതുവെ. നല്ല കാമാൻ ക്വയറ്റ്, നല്ല സമാധാനമായ അന്തരീക്ഷം. എന്താ പറയുക, സിറ്റിയുടെ അകത്ത് ഒരിക്കലും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് ഈ മംഗളവനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ തിരിച്ച എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ബോർഡ് കണ്ടില്ലേ, ഇത്ര പക്ഷികളോട് സാധാരണ വരാറ്, പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല നമ്മൾ. അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.